ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജോർദാൻ രാജാവ് സ്പീച്ച്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കണ്ടത്. അയാളുടെ ഫേസിൽ ഒരു മ്ലാനത ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ജോർദാൻ രാജാവിന് ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്സ്, ഈ ഒരു ഹമാസ് ചെയ്ത ഒരു ക്രൂരകൃത്യത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ പാട് തന്നെ പുള്ളിക്ക് ഒരു രീതിയിലുള്ള നെഗോസിയേഷൻ ചെയ്യാൻ പറ്റിയില്ല. ജോർദാൻ രാജാവിന് ട്രംപ് പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് വേറെ ഒന്നും തന്നെ പുള്ളി കമന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ വൈറ്റ് ഹൗസിന്റെ എപ്പോഴും ആ വിസിറ്റേഴ്സ് ലോഞ്ചിൽ തന്നെയാണ് ഇരുന്ന് സംസാരിച്ചത്. രണ്ട് ചെയറിൽ ഇരുന്നിട്ടാണ് ഈ പത്രസമ്മേളനം കൊടുത്തത്. മീറ്റിംഗ് കോൺഫിഡൻഷ്യൽ ആയിരുന്നു. അതിലുപരിയായിട്ട് ഈ ഒരു പത്രസമ്മേളനം കൊടുത്ത സമയത്ത് ജോർദാൻ രാജാവും ഉണ്ടായിരുന്നു, കിങ് അബ്ദുള്ള, അതുപോലെ തന്നെ ട്രംപ്, രണ്ടുപേരും ഇരിപ്പുണ്ടായിരുന്നു. ട്രംപിന്റെ ഒരു സൈഡിൽ മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു. ഈ മൂന്നുപേരും കൂടെയാണ് അവിടെ ഇരുന്നത്. അപ്പൊ അവിടെ പത്രസമ്മേളനം നടന്ന സമയത്ത് പറഞ്ഞിരുന്ന, രാവിലെ തന്നെ ഞാൻ മലയാളം മീഡിയാസ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ അതിൽ മറ്റേ മലയാളി ഹമാസിന്റെ ചാനൽ അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തള്ളാണ്. ട്രംപിനോട് പിന്നെ ഭയങ്കരമായ വെറുപ്പാണ്. ട്രംപിന്റെ നയങ്ങളോട് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവരാരും തന്നെ ഈ ഒക്ടോബർ 7 എന്ന് പറഞ്ഞാൽ ദിവസം മറക്കുകയും ചെയ്ത് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ആൾക്കാരും ഇവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ അല്ല എന്നുള്ള രീതിയിലുള്ള കൺസിഡറേഷൻ ആണ്. കാരണം ഇവർ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ജനോസൈഡ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം ഇതിനകത്ത് സൂചിപ്പിക്കാം. ഈ ഒരു ഗാസയ്ക്കുള്ളിൽ ഏതാണ്ട് 45,000 ആൾക്കാർ, 46,000, 47,000 ആൾക്കാർ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇസ്രായേലിന്റെ ആക്രമണത്തിലാണെന്ന് വെച്ചോ. ഈ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തേ ആക്രമണം? തിരിച്ച് നിങ്ങൾ പല രീതിയിലുള്ള റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. 300ഓളം അടുപ്പിച്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നിങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഹൂത്തികളുടെ സൈഡിൽ നിന്ന് മിസൈൽ വിട്ടിട്ടുണ്ടായിരുന്നു. എന്തേ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്? നിങ്ങൾ വിട്ടതൊന്നും മിസൈലുകളല്ലേ? അതായത് ഒരാള് ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈ മിസൈലുകളെയൊക്കെ അടിച്ച് തകർത്ത് മറിച്ചിടുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം നിങ്ങളുടെ ഒരു ഡെത്ത് റേറ്റ് വെച്ച്, നിങ്ങളുടെ ഒരു കാഷ്വാലിറ്റീസ് വെച്ചിട്ട് ഇസ്രായേലിനെ കൗണ്ടർ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ബാലിശമായ ന്യായവാദമാണ് നിങ്ങൾ ഉയർത്തുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ബില്യൺ ഡോളേഴ്സ്, നിങ്ങളുടെ നേതാക്കൾ, അതായത് ഈ ഹമാസിന്റെ നേതാക്കളുടെ സ്വത്ത് എത്രയാണ്? 4 ബില്യൺ, 3 ബില്യൺ, 2 ബില്യൺ ഒക്കെയാണ് ഈ ഹമാസിന്റെ നേതാക്കളുടെ സ്വത്ത്. അവരുടെ മക്കളുടെ മക്കൾ അവരുടെ ആസ്തി. ഹാനിയയുടെ മോനൊക്കെ സുഭിക്ഷമായിട്ട് ജീവിക്കാം. സിൻവാറുടെ ഭാര്യയ്ക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാം. അത്രത്തോളം സ്വത്ത് ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്. യുവമാരൊക്കെ എന്ത് പണിയാണ് ചെയ്തത്? എന്താണ് ഇവരുടെ ജോലി? എവിടത്തെയാണ് ഈ ശമ്പളം? ഇവർക്ക് മൈക്രോസോഫ്റ്റിലോ ഗൂഗിളിലൊക്കെ ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവര്. വേൾഡിൽ അറിയപ്പെടുന്ന എൻമീഡിയ കമ്പനിയുടെയൊക്കെ സിഇഒമാരായിരുന്നു ഇവര്. ഇങ്ങനെ ബില്യൺ കണക്കിൽ പൈസ ഇവരുടെ അക്കൗണ്ടിൽ വരാൻ. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിന്റെ റൂൾസ് ആണ് വീട് പണിയുമ്പോഴേ അടിയിൽ ഷെൽട്ടർ വെക്കുക എന്നുള്ളത്. കാരണം എന്നെ ചുറ്റി ഇത്രമാത്രം തീവ്രവാദികൾ ഉണ്ട്, ഈ രീതിയിൽ വീട് പണിഞ്ഞാലേ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി വീടിന്റെ ഉള്ളിൽ ബങ്കർ കൃത്യമായിട്ട് പണിത് ഓരോ വീടിനും പ്രോട്ടോകോൾ ആയിട്ട് ഈ ഒരു ബങ്കർ നിർമ്മിച്ച്, അതേപോലെ റോഡുകളുടെ പല ഭാഗത്തും ബങ്കറുകൾ ഉണ്ട്. എന്തിനാണ്? നിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബുദ്ധി ഉപയോഗിച്ച് ആണ് ഇസ്രായേൽ അവിടെ സർവൈവ് ചെയ്യുന്നത്. അവരുടെ ഒരു കപ്പാസിറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ മിസൈലുകളും നിങ്ങളുടെ റോക്കറ്റുകളൊക്കെ അടിച്ചു വീഴ്ത്തിയിടുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അയച്ച റോക്കറ്റുകളിൽ ഒരു 20 എണ്ണം ശരിക്കും വീണിരുന്നെങ്കിൽ ഇസ്രായേൽ ഇല്ല എന്ന്. അത്രമാത്രം കാഷ്വാലിറ്റി ഇവിടെ ഗാസയിൽ സംഭവിച്ചതിന്റെ ഇരട്ടി കാഷ്വാലിറ്റി ഇസ്രായേൽ സംഭവിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തോണ്ട് നിങ്ങൾ ഇരവാദം ഉയർത്തിക്കൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ മലയാളി ഹമാസ് മീഡിയാക്കളൊന്നും ഇതൊന്നും പറയത്തില്ല. എനിവേ, അതൊക്കെ അവരുടെ കാര്യം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറെ ഒന്നുമില്ല. ഈ രാവിലെ തന്നെ തമ്പനയിലൊക്കെ കണ്ടായിരുന്നു. അതായത് കിങ് അബ്ദുള്ള നിരുപാധികം എല്ലാം സമ്മതിച്ചുകൊണ്ട് വന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. കിങ് അബ്ദുള്ള അങ്ങനെയല്ല മടങ്ങിയത്. കിങ് അബ്ദുള്ള മടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ മീറ്റിംഗിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ട്രംപിന്റെ ആശയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് വിഷ്വൽ ആയിട്ട് അവിടെ നിന്ന് പുറത്ത് പോയി താമസിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടുപോകണം. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ, ഗാസയിലുള്ള ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹമാസിന്റെ ബന്ധനം അവിടെ നിന്ന് ഒഴിയണം. ഈ ഹമാസ് എന്ന് പറഞ്ഞ സംവിധാനം അവിടെ നിന്ന് ഒഴിഞ്ഞാൽ മാത്രമേ ഈ ജനങ്ങൾ ഫ്രീ ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റൂ. അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രൂ ഔട്ട് സംസാരത്തിൽ കിങ് അബ്ദുള്ള ഒരിക്കലും ഞാൻ ഗാസയിലെ ജനങ്ങളെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത്, ട്രംപിന്റെ വിഷൻ എന്താണോ, ട്രംപിന്റെ ഒരു പ്രൊപ്പോസൽ എന്താണോ, അത് കേൾക്കാനാണ് പുള്ളി വന്നത്. ആ രീതിയിലാണ് പുള്ളി പറഞ്ഞു കേട്ടോ. ട്രംപിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, ഇത് പുള്ളി അത് കേട്ടോണ്ടിരുന്നു ഫുള്ള്. അപ്പൊ ഈ പ്രൊപ്പോസൽ പുള്ളിക്ക് താല്പര്യപ്പെട്ടു. പുള്ളി ഫുള്ളി അംഗീകരിച്ചില്ല. പുള്ളി അതിനകത്ത് പറഞ്ഞത്, അതായത് ഇപ്പൊ ഓൾറെഡി ട്രംപിന്റെ പ്ലാൻ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ, ട്രംപിന്റെ പ്ലാൻ എന്താണോ ആ പ്ലാൻ കൃത്യമായിട്ട് അബ്ദുള്ളക്ക് കൈമാറിയിട്ടുണ്ട്. അബ്ദുള്ള ഇനി ഈജിപ്തുമായിട്ട് സംസാരിക്കും, MBSുമായിട്ട് സംസാരിക്കും. അത് കൂടാതെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തും. അപ്പൊ ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഈ ഒരു ജോർദാനിയൻ കിങ്ങും കൂടെ ചേർന്നിട്ട് അറബ് ലീഗിൽ പോയിട്ട് ആ അറബ് ലീഗിൽ MBSുമായിട്ട് ചേർന്ന് ആലോചിച്ച് അറബ് ലീഗിൽ ഒരു തീരുമാനം ഉണ്ടാക്കും.
എന്നിട്ട് ഇതുമായിട്ട് എന്ത് പ്രപ്പോസൽ, അതിനകത്ത് എന്തെങ്കിലും നെഗോഷിയേഷൻസ് ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺ പോയിന്റ്സ് ഉണ്ടാവും, അതിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത പോയിന്റുകൾ ഉണ്ടാവും, ഇവർക്ക് സമ്മതമുള്ള പോയിന്റുകൾ ഉണ്ടാവും. ഇതെല്ലാം റാറ്റിഫൈ ചെയ്തിട്ട് ഇവരൊരു ടീം US-ലോട്ട് പോകും. ഈ ഒരു അറബ് രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവുമായിട്ടുള്ള ഈ ഒരു ചെറിയ ടീമുമായിട്ട് ട്രംപ് ഒരു മീറ്റിംഗ് കൂടെ നടത്തും, മൂന്നാമത്തെ സിറ്റിംഗ്. ആ മൂന്നാമത്തെ മീറ്റിംഗ് കഴിയുമ്പോഴാണ് ഇത് നമുക്ക് സമ്മതിക്കുന്നുണ്ടോ, ഈ ഗാസയിലെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ് ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പുറത്തു വരത്തുള്ളൂ. അല്ലാതെ ഇപ്പം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന പോലെ കിങ് അബ്ദുള്ള എല്ലാം കൂടെ സമ്മതിച്ചു, അങ്ങ് ഗാസയിലെ ആൾക്കാരെയൊക്കെ എടുത്തോണ്ട് പോകുന്നു പറയുന്നത് അതൊരു ഫേക്ക് നറേറ്റീവ് ആണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്നലെ ലേറ്റ് നൈറ്റ് ഞാൻ ഈ ഒരു ന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഇത് എന്താണ് ഡെവലപ്മെന്റ്സ് നടക്കുന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കൺക്ലൂഷനാണ് എനിക്ക് എത്താൻ പറ്റിയത്. ഇനി ഇതിൽ കൂടുതൽ ഒരു വാക്ക് പോലും അബ്ദുള്ള പറഞ്ഞിട്ടില്ല. അബ്ദുള്ള പറഞ്ഞത് ഒറ്റൊരു കാര്യമാണ്, അതായത് ട്രംപ് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് പാലസ്തീനെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കുന്നത്, എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ അത് കൂടാഞ്ഞിട്ട് നിങ്ങൾ സാറ്റർഡേ നിങ്ങൾ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, സാറ്റർഡേ 12 മണിയാണ് നിങ്ങൾ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽ ഔട്ട് ഓഫ് ദ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്, തിരിച്ച് ആക്രമിക്കാൻ പോവാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ട്രംപ് പറയുന്നത് അതല്ല ഇവിടുത്തെ വിഷയം ഇതാണ്. കിങ് അബ്ദുള്ള അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ ട്രംപ് പ്രപ്പോസ് ചെയ്ത ഈ ഒരു പാലസ്തീനെ ഏറ്റെടുക്കാൻ തയ്യാറായോ എന്ന് ഓപ്പൺ ആയിട്ട് അവിടുത്തെ മീഡിയാസ് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പം കിങ് അബ്ദുള്ള പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ദാറ്റ് വി ഡിസ്കസ്ഡ്, അത് അവർ സംസാരിച്ചു, ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചു എന്നാണ് കിങ് അബ്ദുള്ള പറഞ്ഞത്. അതിലുപരിയായിട്ട് പുള്ളി പറഞ്ഞത് 2000 കുട്ടികൾ അസുഖബാധിതരായിട്ടുള്ള 2000 കുട്ടികളെ ഗാസയിൽ നിന്നും ജോർദാനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള പെർമിഷൻ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇത് ട്രംപിന്റെ ഡിസ്കഷനിൽ പുള്ളി ഡിസ്കസ് ചെയ്തില്ല. ആരാണ് ഈ കിങ് അബ്ദുള്ള? ട്രംപിന്റെ ഡിസ്കഷനിൽ, പ്രൈവറ്റ് ഡിസ്കഷനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് പറയാതെ സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടറിന്റെ മുമ്പിൽ പുള്ളി വെളിപ്പെടുത്തിയത്. അപ്പൊ അതിനെക്കുറിച്ച് ട്രംപ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് വളരെ നല്ല കാര്യമാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള നിലയിൽ ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഇതാണ് ഫാക്ച്വലി അവിടെ നടന്ന കാര്യങ്ങൾ കേട്ടോ. പല ഹൈപ്പർ തംബ്നെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ട്രംപിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യം. ഈ ഹമാസിന്റെ 2 കാര്യങ്ങൾ പറയാം, കാരണം ഇത് US-ഉമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇന്നലെ ട്രംപ് ഇതിനെയും കൂടെ പരാമർശിച്ചാണ് പോയത്. കാരണം പറഞ്ഞത് 12 മണിക്കുള്ളിൽ നിങ്ങൾ ശനിയാഴ്ച 12 മണിക്കുള്ളിൽ നിങ്ങൾ എല്ലാ ബന്ദികളെയും വിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തീരുമാനം എടുക്കേണ്ടത് ഇസ്രായേലിന്റെ ഉള്ളിലാണ്. ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ഇസ്രായേൽ തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഹമാസ് എന്തുകൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ, ഒരു സീസ് ഫയർ ലംഘനം നടത്തുന്നത്, ഈ ബന്ദികളെ കൈമാറുന്ന പ്രവൃത്തി എന്തുകൊണ്ട് ഹമാസ് നിർത്തി എന്നുള്ളതിന് 4 റീസൺ. വെറും പൊട്ടത്തരമാണ്, എന്നാലും ഞാൻ പറഞ്ഞു കളയാം. ഡിലേ ഓഫ് റിട്ടേൺ ഡിസ്പ്ലേസ്ഡ് പാലസ്തീനിയൻസ്, അതായത് അവരുടെ നാട്ടുകാർ റീസെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൽ ഉണ്ടായ ഒരു ഡിലേ, ഇതൊരു റീസൺ. ഇതൊക്കെ ഒരു കാരണമാണോ? ഒരു യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണമാണോ ഇത്? അതായത് നിർത്തിവെച്ച യുദ്ധം വീണ്ടും തുടങ്ങാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്ന കാരണങ്ങളിൽ 1-ാം നമ്പർ കാരണമാണിത്. നിങ്ങൾ നോക്കിക്കോണം എത്ര ഇവർ അവരുടെ നാട്ടുകാർക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നാട്ടുകാർ ഉള്ളിൽ ഓൾറെഡി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, യുവമാർ എന്താണ് കാണിക്കുന്നത്, ഇനിയിപ്പോ ഇസ്രായേൽ വീണ്ടും അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണല്ലോ എന്നുള്ള രീതിയിലുള്ള കരച്ചിലൊക്കെ അവിടെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു ബില്യൺസ് ആയിട്ടുള്ള ഈ ആൾക്കാർക്ക് ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ ടാർഗറ്റ് വിത്ത് ഷെല്ലിംഗ്, അതിന് കൃത്യമായ ഉത്തരവൊന്നും അവർ പറയുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നുണ്ട്, ടാർഗറ്റ് വിത്ത് ഷെല്ലിംഗ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ചില ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഷെല്ലിംഗ് എന്നൊക്കെ പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. പക്ഷേ വെസ്റ്റ് ബാങ്ക് ഈ ഒരു സീസ് ഫയർ ഡീലിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഗാസയ്ക്കുള്ളിൽ ചില നിർണായക ഏരിയകളിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാർ അവിടെ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഗാസയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 5-6 പേര്, അത് ഒന്നുമല്ല, ഈ ട്രൂപ്പിനെതിരെ വരുന്ന അതിതീവ്ര നിലപാടും കൊണ്ടുവരുന്ന ആൾക്കാർക്കെതിരെയാണ് അവർ നിരയൊഴിക്കുന്നത്. അതുപോലെ തന്നെ 3 പേര് മരണപ്പെട്ടത് ആ ഒരു ബഫർ സോൺ ബ്രേക്ക് ചെയ്ത് ഇസ്രായേലിന്റെ ട്രൂപ്പിന്റെ അടുത്ത് വന്നതുകൊണ്ടാണ് 3 പേര് കൊല്ലപ്പെട്ടത്. ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതും കൂടെ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഇതൊരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സീസ് ഫയർ ഡീലിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ചില ഗുണന്ത ന്യായങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ നിർത്തുന്ന ആൾക്കാർ ആ വെടിവെപ്പ് നടന്ന ആ ദിവസം നിർത്തിയിരിക്കണമായിരുന്നു, അല്ല ഇത്രയും ദിവസം നീട്ടി വെച്ചിട്ട് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത് പറയുന്നത് ഫെയിലിംഗ് ഓഫ് അലോ റിലീഫ് ഐറ്റംസ്, അതായത് അവിടെ ഈ തണുപ്പ് സമയങ്ങളൊക്കെ ആണ്, അതുപോലെ ഷെൽട്ടറുകൾ കൃത്യമായിട്ട് അവിടെ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഇവർക്ക് പുതപ്പുകൾ, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, ഇതേപോലത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അതൊക്കെ ഇസ്രായേലാണ് കൊണ്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ അവിടെ ചെയ്യും, നിങ്ങൾ ഈ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ അവിടുന്ന് പിന്നെ ഇസ്രായേൽ അവിടുന്ന് എയ്ഡ് ട്രക്കുകളൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. എയ്ഡ് ട്രക്കുകളൊക്കെ 600, 500, 800 ട്രക്കുകളൊക്കെ പെർ ഡേ വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറും മുടന്ന ന്യായങ്ങളാണ്. ഇതൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിരുപാധികം ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാസ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇറാനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇറാനെ ഏത് മൊമെന്റിലും അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇറാനെ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്റെ ഒരു ഒറ്റ വാക്കിന്റെ ബലത്തിലാണ് ഇറാനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ 24/7 ഇറാനെ മോണിറ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മിസൈൽ എടുത്ത് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ആ രീതിയിലുള്ള സർവൈലൻസ് ഇറാന്റെ മേളിൽ ഉണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്.
എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇറാനെ ഞാൻ നെഗോഷിയേഷൻ ടേബിളിലാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അമേരിക്കയുടെ ടീം ഇറാന്റെ ഉള്ളിൽ വന്നിട്ട് വെരിഫൈ ചെയ്യണം, ശരിക്കും നിങ്ങൾ ഈ ഒരു ആണവായുധം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ കണ്ട് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആക്രമണമൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ സാങ്ഷൻസ് ഒക്കെ നിങ്ങളുടെ പെരുമാറ്റം അനുസരിച്ച് നമ്മൾ നീക്കിത്തരും, നിങ്ങൾക്ക് ഒരു നോർമൽ കൺട്രി ആയിട്ട് മുന്നോട്ട് പോവാം. ഇനി അതല്ല മറിച്ചാണ് അവിടെ ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കണ്ടെത്തൽ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു മെസ്സേജ്, ക്ലിയർ മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇറാനാണ് തീരുമാനം എടുക്കേണ്ടത്. ഏതാണ്ട് 110 NGO ഈ ഒരു ഗാസ വിഷയത്തിനെ ചൊല്ലി, ഈ എയ്ഡ് മുടക്കിയതിനെ ചൊല്ലി, അതായത് ഈ ഒരു USA എയ്ഡ് മുടക്കിയതിനെ ചൊല്ലിയൊക്കെ 110 NGO അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ട്രംപ് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളതാണ്. പിന്നെ റഷ്യ ഈ ഒരു ഗാസ വിഷയത്തിൽ, അതായത് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കും എന്ന് പറഞ്ഞ ആ ഒരു നിലപാടിൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതാണ് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. പുടിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അതുകൊണ്ട് അമേരിക്ക എങ്ങനെയാണ് ഈ തീരുമാനം എടുക്കുന്നത്, ഏത് രീതിയിലാണ് അവരുടെ സെറ്റിൽമെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വരട്ടെ, എന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. പുടിൻ ശരിക്കും പറഞ്ഞാൽ ഉക്രൈന്റെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഗാസയെ കുറിച്ച് ഗണിക്കാൻ കഴിയുന്നത്? ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 3600 സ്ക്വയർ ഫീറ്റ് ഉക്രൈന്റെ സ്ഥലം റഷ്യ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിനി വിട്ടുകൊടുക്കാനും പോകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഗാസയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? കുറച്ചെങ്കിലും ലോജിക്ക് വേണമല്ലോ. പിന്നെ UK, USA ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവിടെ US പോയിട്ട് പൗരത്വം സ്വീകരിച്ച് അവിടെ വർഷങ്ങളായിട്ട് താമസിച്ച് അവിടെ തന്നെ ഇലക്ഷനിലൊക്കെ മത്സരിച്ച് അവരെ സെനറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ഉള്ള MP-മാരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെ UK ആണെങ്കിൽ ഒരുപാട് പാകിസ്ഥാനികളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് UK പാർലമെന്റിലൊക്കെ. അപ്പൊ ഇവരൊക്കെ കോര സംസാരിക്കുകയാണ്. 1974 എങ്ങാണ്ട് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3236 നമ്പർ ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം, ഞാൻ മറന്നുപോയി, ഞാൻ വായിച്ചതാണ്. ഇപ്പം ഈ ഒരു റെസൊല്യൂഷൻ അനുസരിച്ച് UN ഉണ്ടായ ഈ ഒരു റെസൊല്യൂഷൻ, പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLOയുടെ ഈ ഒരു ഓർഗനൈസേഷൻ അനുസരിച്ച്, ഈ ഒരു റെസൊല്യൂഷൻ അനുസരിച്ച് അന്ന് ഈ പാസ്സാക്കിയ റെസൊല്യൂഷൻ 1974 തോന്നുന്നു. 1974 ഈ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് 10-30-36 രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്. ഒരു 22 രാജ്യങ്ങൾ ആബ്സെന്റീസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതിനകത്ത് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. 9 രാജ്യങ്ങൾ ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അമേരിക്ക. പാലസ്തീനിയൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള റൈറ്റ്സ് ഈ PLOയ്ക്ക് ഉണ്ടെന്നുള്ളതും, ഈ PLO പാലസ്തീനികളുടെ കംപ്ലീറ്റ് അതോറിറ്റി ആയിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻ ആണത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്ഹുഡ് സ്ഥാപിക്കാനുള്ള ഒരു പെർമിഷൻ അവർക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻ ആയിരുന്നത് 1974. പക്ഷെ എന്നിട്ടും അവർ അവിടെ നിന്ന് മുന്നോട്ട് വീണ്ടും അത് അംഗീകരിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതിൽ അന്ന് തന്നെ ക്ലിയർ ആയിട്ട് എതിർത്ത 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അമേരിക്ക ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ സെനറ്റിൽ മെമ്പർ ആയിട്ടുള്ള ഒരു ആൾക്കാരും 1974 റെസൊല്യൂഷന്റെ റൈറ്റ്സ് വെച്ചുകൊണ്ട് സംസാരിക്കാൻ വകുപ്പില്ല. അവിടെ ഒരുപാട് ഈ ഒരു പാലസ്തീനിയനെ സപ്പോർട്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സ് അവിടെ അമേരിക്കയുടെ ഉള്ളിൽ ഈ ഒരു 1974 റെസൊല്യൂഷൻ എടുത്തു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഗണ്ണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അമേരിക്കയുടെ നിലപാട് അതിനെ എതിർത്തുകൊണ്ടാണ്. ഇസ്രായേലിനോടൊപ്പമാണ് 1974 തന്നെ അമേരിക്ക നിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ അമേരിക്കൻ സെനറ്റിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു വിഷയമില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെന്റിന്റെ നിലപാട് അന്ന് തന്നെ അമേരിക്ക UN വ്യക്തമാക്കിയതാണ്. അതുപോലെ UK-ക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ UK നടന്ന സംഭവം അവർ ഇതുപോലെ ഘോര പാകിസ്ഥാനികൾ 1974 റെസൊല്യൂഷൻ എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ UK ആണെങ്കിൽ ആബ്സെന്റ് ആണ്. UK എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ആബ്സെന്റ് ആണ്. അതിന്റെ അർത്ഥം അനുകൂലിച്ചു എന്നുള്ളതല്ല, അതുപോലെ എതിർത്തു എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ യാതൊരു രീതിയിലും പാർട്ടിസിപ്പേറ്റ് പോലും ചെയ്യാത്ത UK-ക്കും ഈ ഒരു 1974 UN റെസൊല്യൂഷൻ, പാലസ്തീനിയൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള റൈറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ആ ഒരു റെസൊല്യൂഷൻ UK-ക്കും UK പാർലമെന്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്കാർക്കും ഇത് ഉയർത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ പോയിന്റുകളാണ്. ഇതൊക്കെ അവിടെ ആ അതാത് പാർലമെന്റുകൾ, UK പാർലമെന്റിലും USA പാർലമെന്റിലൊക്കെ ഈ ഒരു റെസൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെ എതിർത്ത് ഗണ്ണിച്ച് സംസാരിക്കേണ്ട പോയിന്റ്. ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒന്നും തന്നെ പാലസ്തീനിയൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇതുവരെ എവിടെയും UN രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് ഇവരുടെ സപ്പോർട്ട് എല്ലാം തന്നെയും ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ UN-ലായിക്കോട്ടെ, US-ലായിക്കോട്ടെ, UK-ലായിക്കോട്ടെ, എവിടെ പോയിട്ടും നിങ്ങൾ റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്നും ഇതിനകത്ത് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ ആ സംഘടന ഒന്നുമല്ലാതെ ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ കംപ്ലീറ്റ് പല്ലും പിഴുതിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.